ഇതാ അതുപോലത്തെ ഡാൻസിങ് ജോക്കറിന് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് സാധാരണ ഒരു മുട്ടയാണ് ആവശ്യം. ഇതാ വിഷ്വൽസിൽ കാണുന്ന പോലെ. ഇത് വീണാൽ പൊട്ടുന്ന സാധനം ഇതാണ്. നമ്മൾ 2 പ്രാവശ്യമാണ് അതിന് ഗം ഉപയോഗിച്ചിട്ട് കോട്ട് ചെയ്യുന്നത്. മുട്ടയുടെ ബേസ് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ക്യാൻഡിൽ ആണ് ഉപയോഗിക്കുന്നത്. ക്യാൻഡിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വൈറ്റ് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ജോക്കറിന്റെ ഹാറ്റ് ഉണ്ടാക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് യെല്ലോവും അതുപോലെ തന്നെ റെഡ് ആയിട്ടുള്ള കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുപോലുള്ള കുട്ടി ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ? തൊപ്പിക്ക് കുറച്ചും കൂടി ഒരു ബൗൺസി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേപ്പർ അതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. തൊപ്പി വെച്ച ജോക്കർ എങ്ങനെയുണ്ട്? നമ്മൾ വാക്സ് എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ബുബിൾ ചെയ്യാനാണ്. അതുവഴി കുറച്ചും കൂടി സ്ഥിരതയോടെ മുട്ട ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ജോക്കറിന്റെ ഹെയറിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ബ്ലൂ ആയിട്ടുള്ള റോപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 50ഓളം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു കേളി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇർക്കിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ നമുക്ക് ഉണ്ടാക്കാം. കോളറിന് വേണ്ടി ഞാനിവിടെ ഒരു 10 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൊരു ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിനെക്കാട്ടി കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ എങ്കിലൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് ജോക്കറിനെ ജസ്റ്റ് സ്കെച്ച് അടിച്ചിട്ട് അതിൻ്റെ ഡ്രസ്സ് മേക്ക് ചെയ്തതാണ്. പക്ഷേ അതിനൊരിക്കലും മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് ആക്രിലിക് പെയിൻറ്റിങ്ങിൽ ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട്. ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ ജോക്കറിൻ്റെ ഫേസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നോസിന് വേണ്ടി അതുപോലത്തെ ഒരു ടിഷ്യൂ എടുക്കുക, എന്നിട്ട് ചുരുട്ടുക, എന്നിട്ട് റെഡ് ആക്രിലിക് കളറിൽ മുക്കി അത് ഉണക്കി മാറ്റി വെക്കുക. കാണാൻ സംഭവം ക്യൂട്ടായിട്ടില്ലേ? മൂക്കില്ലെങ്കിലും ജോക്കർ അടിപൊളിയാണ്. എങ്കിലും കുറച്ചും കൂടി ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ മൂക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സോ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചും അതും വളരെ കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഡാൻസിങ് ജോക്കർ. സംഭവം ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ട്രൈ ചെയ്യാൻ. അടുത്ത ക്രാഫ്റ്റുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ വരെ ബൈ.